പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള മുണ്ടക്കൈ ടൗൺഷിപ്പ് മേഖലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒരു മൺകൂനയുണ്ട്. അത് ആ നിർമ്മാണ വേളയിൽ തന്നെ വെച്ചിരുന്നതാണ്. അത് അവിടെ നിന്ന് മാറ്റണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരുന്നതുമാണ്. സുരക്ഷാ ഭിത്തി നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മൺകൂന രൂപപ്പെട്ടത്. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി 8 കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. അതായത് ആ മൺകൂന മാറ്റുകയല്ല സർക്കാർ ചെയ്യുന്നത്, ആ മൺകൂനയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ താമസിക്കുന്ന ആളുകൾ മാറിപ്പോകണമെന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. ബന്ധുവീടുകളിലോ വാടക വീടുകളിലേക്കോ താൽക്കാലികമായി മാറാനാണ് നിർദ്ദേശം. എന്നാൽ മാറി താമസിക്കാൻ നോട്ടീസ് നൽകി 5 ദിവസം പിന്നിട്ടിട്ടും മൺകൂന നീക്കാൻ നടപടി ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദീപക് മോഹൻ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. ദീപക്, നേരത്തെ കള്ളാടിയിൽ ഈ മണ്ണൊലിപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ടൗൺഷിപ്പിലും ഇതേപോലെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്, അത് നീക്കം ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള നടപടികൾ ആവാതെ അവിടെയുള്ള ആൾക്കാരോട് മാറി താമസിക്കാൻ പറയും. ജനങ്ങളുടെ പ്രതികരണമുണ്ട്, നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങളത് കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞതാണ്. ഒക്ടോബറിൽ ഇവിടെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് കളക്ടറോട് മീറ്റിംഗ് കൂടിയ സമയത്ത് പറഞ്ഞാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഇവിടുന്ന് മാറ്റാം, ഞങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിക്കോളാമെന്ന് പറഞ്ഞു. മഴ ഇത്രയായിട്ട് പോലും അതിനുള്ളൊരു നടപടി തുടങ്ങിയില്ല. ഇപ്പം കള്ളാടി ദുരന്തം ഉണ്ടായപ്പോൾ വന്ന് 2 പ്ലാസ്റ്റിക്കിൻ്റെ കവറും പിരിച്ചിട്ടിട്ട് അവർ പോയി. നിങ്ങൾ നോക്കി, ഞങ്ങൾ ഈ താമസിച്ചത് ഏതാണ്ട് ഒരു 100 വർഷത്തിന് ഞങ്ങളെ പരമ്പരാഗതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്കിപ്പോൾ നോട്ടീസ് തന്നിരിക്കുകയാണ്, നിങ്ങൾ ഒഴിഞ്ഞ് മറ്റെവിടേക്കെങ്കിലും പോകണമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് നമ്മൾ മന്ത്രിയോട് ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ മന്ത്രി ADM-ൻ്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിപ്പിക്കുകയും ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് എവിടെ പോകാൻ, ഞങ്ങൾ കാലങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമല്ലേ. നമുക്കിതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ നമ്മൾ ചൂരൽമല വികസന വിരോധികളായി, അവർക്കുള്ള എതിരാളികളായി സൈബർ ലോകത്തൊന്നും ഇരിക്കാൻ വയ്യ. ഇതാണ് പ്രതികരണം. സർക്കാർ പറഞ്ഞത് മൺകൂന മാറ്റാമെന്നാണ്, പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നത് അവിടെയുള്ള ആളുകൾ മാറിപ്പോകണം എന്നാണ്. ദീപക് മോഹൻ, ഇതെന്ത് നീതിയാണ്? സാധാരണ സർക്കാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് മണ്ണ് മാറ്റണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞതാണ്. അത് മാറ്റേണ്ട ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനാണ്. മണ്ണ് മാറ്റാതെ മണ്ണുള്ള സ്ഥലത്തെ ജനങ്ങൾ മാറിപ്പോകണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ് ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ മേഖലയിലുള്ള 5 കുടുംബങ്ങൾ, ഇവർ ഈ ദുരന്തബാധിതരായ ഗുണഭോക്താക്കളല്ല, കാലങ്ങളായി ഇവിടെ താമസിച്ചിരുന്ന ആളുകളാണ്. അവരുടെ വീടുകൾ ഉള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത്. അങ്ങനെയുള്ള 8 കുടുംബങ്ങൾ വലിയ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ പോയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഇത് ഫേസ് 5, അതായത് ടൗൺഷിപ്പിൽ വീടുകൾ നിർമ്മിക്കുന്ന ഫേസ് 5-ലെ D5 ക്ലസ്റ്ററിൽപ്പെട്ട ഭാഗമാണ്. ആ ഭാഗത്ത് നിർമ്മാണം നടക്കുന്ന വീടുകൾ കാണാം. ആ വീടിന് തൊട്ട് പിൻഭാഗത്താണ് ഇത്തരത്തിൽ വലിയ ടാർപ്പ പോലുള്ള ഷീറ്റുകൾ വിരിച്ച് മൺകൂനുകൾ മൂടിയിട്ടിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ഈ ഭാഗത്തൊക്കെ വലിയ മണ്ണിടിച്ചിലുണ്ടായി. അതിനെ തുടർന്ന് ഈ വീടുകളിലേക്കൊക്കെയുള്ള വഴികളിലൊക്കെ ചെളി നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് കള്ളാടി മണ്ണിടിച്ചിലുണ്ടായത്. കള്ളാടി മണ്ണിടിച്ചിലിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ളൊരു മണ്ണിടിച്ചിൽ ഭീഷണി നമ്മൾ മുൻപ് വാർത്തയാക്കിയിരുന്നു. എന്നാൽ അന്ന് ഭരണകൂടം അടക്കം അത് ചെവിക്കൊണ്ടില്ല. പിന്നീട് മണ്ണിടിച്ചിലുണ്ടായ സമയത്താണ് വിദഗ്ധ സമിതി പരിശോധന നടത്തുകയും ഇവിടെ ഇത്തരത്തിലുള്ള 8 വീടുകൾക്ക് ഭീഷണി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. ഇപ്പോൾ നമുക്ക് കാണാം, ആ ഭാഗത്തൊക്കെ വീടിൻ്റെ ഒരു മുകൾ ഭാഗം കാണാവുന്നതാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഈ പ്രദേശത്ത്, അതായത് ഈ വെൽസ്റ്റൺ എസ്റ്റേറ്റിലെ പുൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജാബിറിന്റെ വീടാണ്. ഈ വീട് നേരത്തെ അല്പം ഉയരത്തിലുള്ള സ്ഥലത്തായിരുന്നു. പക്ഷേ ടൗൺഷിപ്പിന്റെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് ടൗൺഷിപ്പിലേക്കുള്ള റോഡുകളിലേക്ക് എടുത്ത മണ്ണ്, ഒപ്പം KSEBയുടെ ഭാഗമായി സബ്സ്റ്റേഷന്റെ നിർമ്മാണത്തിനെടുത്ത മണ്ണൊക്കെ വലിയ തോതിൽ മൺകൂനിയായി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം ദൃശ്യത്തിൽ ഇത് മുഴുവൻ പച്ചപ്പ് നിറഞ്ഞൊരു തളിരുള്ള സ്ഥലമാണ്. ഇത് യഥാർത്ഥത്തിൽ വലിയൊരു മൺകൂനയുള്ള സ്ഥലമാണ്. ആ മൺകൂനയ്ക്ക് മുകളിലാണ് ഇത്തരത്തിൽ തളിരൊക്കെ വന്നത്. പക്ഷേ സമീപത്തായി വീടിന്റെ പിൻഭാഗത്ത് ഈ കറുത്ത നിറത്തിലും നീല നിറത്തിലുമുള്ള ടാർപോളിൻ വിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ വലിയ മൺകൂനകളാണ്. ഇത്തരത്തിൽ ഈ ഭാഗത്തൊക്കെ മഴ പെയ്താണ് റോഡുകളിലേക്കൊക്കെ വെള്ളമെത്തി ചളി ഇടിഞ്ഞ് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ ഭരണകൂടം ഇവർക്കൊരു നോട്ടീസ് നൽകിയത്. ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെ ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ജാബിർ ചേരുന്നുണ്ട്. ജാബിർ, ആ നോട്ടീസ് ഒന്ന് എടുത്ത് കാണിച്ചു, ഒന്ന് വായിക്കോ. എന്താ ജില്ലാ ഭരണകൂടം ആദ്യം ആ നോട്ടീസിൽ പറഞ്ഞത്? അതായത് ഞങ്ങൾ ഈ ടൗൺഷിപ്പ് ഇവിടെ വരുന്നതിൻ്റെ ഭാഗമായി വലിയ സന്തോഷത്തോടെ സ്വീകരിച്ച ജനതയാണ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ കിടപ്പാടം ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ 18-ാം തീയതി ജില്ലാ കളക്ടറുടെ സൂചന പ്രകാരമുള്ളൊരു നോട്ടീസാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ശക്തമായ മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം നടക്കുന്നിടത്ത് കൂട്ടിയിട്ട മണ്ണുകൾ
ഞങ്ങളുടെ വീടുകളിലേക്ക് ഇടിഞ്ഞു വരാൻ സാഹചര്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം. അപകട ഭീഷണി ഉള്ളതുകൊണ്ട് മാറി താമസിക്കണം. അതിന് വേണ്ട സാഹചര്യം നിങ്ങൾ ULCCയുമായി ബന്ധപ്പെട്ട് ഒരു നമ്പർ ഇവിടെ തന്നു. അതിന് താഴെയായിട്ട് KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ നമ്പറാണെന്ന് പറഞ്ഞ് നമ്പർ തന്നിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെടാനാണ് പറഞ്ഞത്. ഇത് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ നിങ്ങൾക്കറിയാം, ഈ മണ്ണുകളൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, ദൃശ്യത്തിൽ തന്നെ കാണാം. ഈ മണ്ണുകളൊക്കെ ഇതിന് മുമ്പ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇടുമ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്, ഞങ്ങൾ താഴെ ഉള്ള വീടുകളാണ്, അത് മഴ പെയ്താൽ താഴേക്ക് വരും, അതുകൊണ്ട് ഇവിടെ ഇടരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഈ വീടുകൾ വരുമ്പോൾ ഇതിന് സംരക്ഷണ ഭിത്തിയുണ്ട്, സംരക്ഷണ ഭിത്തി വന്നാൽ ഇതിലേക്കൊന്നും പ്രശ്നം വരില്ല, നിങ്ങളുടെ എല്ലാം സേഫ് ആവും. സംരക്ഷണ ഭിത്തി നിലവിലില്ലല്ലോ. ഇല്ല, അതാണ് പറയുന്നത്. ഒരു വീട് എടുക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്നിട്ട മണ്ണുകളാണിത്. അപ്പോൾ അങ്ങനെ ഒരു വീട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആദ്യം സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും കൂടി സേഫ് ആയിരുന്നു. എന്നാൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് വാടക വീടുകളിലേക്കോ ബന്ധു വീടുകളിലേക്കോ മാറണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അപകട ഭീഷണി ഒഴിയുന്നത് വരെ ടൗൺഷിപ്പിൽ നിന്ന് പുറത്തുള്ള ബന്ധു വീട്ടിലേക്കോ വാടക വീട്ടിലേക്കോ മാറി താമസിക്കണം എന്നാണ്. ആ വിവരം വില്ലേജ് ഓഫീസർ അറിയിക്കണമെന്നുമാണ് ഈ നോട്ടീസ് പ്രകാരം പറഞ്ഞിരുന്നത്. പിന്നീട് ഇന്നലെ ഇപ്പോൾ ADMുമായി ചർച്ച നടത്തിയെന്നല്ലോ, ആ ചർച്ചയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മണ്ണ് മാറ്റാനുള്ള നീക്കമുള്ള നടപടിയുണ്ടോ? അതെ, ഇന്നലെ ADM ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കാനുണ്ടായ കാരണം തന്നെ ഈ കഴിഞ്ഞ 18-ാം തീയതി തന്ന നോട്ടീസാണിത്. അതിനുശേഷം ആരും ഇവിടെ വരികയെന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ നോട്ടീസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ MLAയുമായി ബന്ധപ്പെട്ടു, ഞങ്ങളുടെ വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ടു. വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു സാധാരണ ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ ഫസ്റ്റ് വിളിക്കുക അറിയാം വാർഡ് കൗൺസിലറാണ്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്തത്. അത് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ ഭാഗത്ത് എന്താ മറുപടി? അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹമാണ് ADMനെ വിളിക്കുകയും ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതും. അതിന്റെ ഭാഗമാണ് ഇന്നലെ ADM ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ സംസാരിച്ചിട്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള തീരുമാനമായോ? ADM സംസാരിച്ചിട്ട് ആദ്യം പറഞ്ഞത് ഞങ്ങൾ മാറേണ്ടി വരും, റെഡ് അലേർട്ട് വന്നാൽ മാറേണ്ടി വരും. വയനാട്ടിലെ മഴയുടെ പ്രത്യേകത സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഞങ്ങൾ മഴ റെഡ് അലേർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം. അരുൺകുമാർ, അതായത് ADMുമായി ചർച്ച നടത്തി. ആ ചർച്ചയിൽ പ്രധാനമായും അവർ പറഞ്ഞത് വീടുകളിലേക്ക് ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വാടക വീടുകളിലേക്കോ മാറി താമസിക്കണം, അതിനു വേണ്ട സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. പക്ഷേ ഇപ്പോഴും അപകട ഭീഷണിയുള്ള ഈ മണ്ണ് അത് ആദ്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. കാരണം മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ഇവിടെ നിന്ന് അത് മാറ്റാൻ കഴിയും. പക്ഷെ മഴ കൂടുതൽ കനത്തു കഴിഞ്ഞാൽ വലിയൊരു അപകട ഭീഷണിയുണ്ട്. ആ വലിയൊരു മണ്ണിടിച്ചിലിന് കാരണമാകും. 8 കുടുംബങ്ങൾ താമസിക്കുന്ന 8 വീടുകളുള്ള സ്ഥലങ്ങളാണ്. വഴികളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അതിന് മുൻപ് തന്നെ ദീപക് അപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മൺകൂനയാണ് മാറ്റേണ്ടത്. ആ മൺകൂനയുള്ള സ്ഥലത്തെ വീട്ടുകാരെ മാറ്റാനാണ് നോട്ടീസ് കൊടുത്തത്. ഇതെന്ത് അഭിപ്രായമാണ്? ഇതെന്ത് നടപടിയാണ് സർക്കാർ?